ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നെയ്യ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പാൽപ്പാട വെച്ചിട്ടാണ്. നമ്മൾ വെറുതെ അരിച്ച് കളയുന്ന പാൽപ്പാട സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം ആകുമ്പോഴത്തേക്കും 1 ലിറ്ററിൽ കൂടുതൽ നെയ്യൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് 10 ദിവസത്തെ പാൽപ്പാട വെച്ചിട്ടാണ്. ഏകദേശം 1/2 ലിറ്ററോളം നെയ്യ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ശുദ്ധമായിട്ടുള്ള ഈ നെയ്യ് എങ്ങനെയാണ് പാൽപ്പാടയിൽ നിന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് പാൽപ്പാട വെച്ചിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ നെയ്യ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാൽപ്പാട ഒന്ന് കളക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ പാൽപ്പാട നല്ല തിക്കായിട്ട് കിട്ടത്തക്ക രീതിയിൽ എങ്ങനെയാണ് കളക്ട് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ നമുക്ക് പാല് തിളപ്പിക്കുന്ന സമയത്ത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2-3 സ്പൂൺ അളവിൽ വെള്ളം നമുക്ക് ആദ്യം ഒന്ന് ഒഴിച്ചതിന് ശേഷം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാലല്ല, വീട്ടിൽ തന്നെയുള്ള പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലതുപോലെ കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അത്രയ്ക്കും നല്ല തിക്കായിട്ടുള്ള പാൽപ്പാട കിട്ടുള്ളൂ. ഇപ്പൊ പാലൊന്ന് തിളച്ച് വരാറായിട്ടുണ്ട്. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ പാല് നല്ലതുപോലെ ഒന്ന് പൊങ്ങി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് കൂടെ ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പൊ പാല് ഞാൻ 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ അടച്ചു വെക്കാതെ ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് വേണം ഒന്ന് തണുപ്പിച്ച് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ തുറന്ന് വെച്ച് തണുപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അധികം പ്രാണികളൊന്നും വീഴാത്ത രീതിക്ക് വേണം ഒന്ന് തുറന്ന് വെച്ച് തണുപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റൗവിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടച്ചു വെച്ച് നമ്മൾ തണുപ്പിച്ചെടുക്കാൻ പാടില്ല. അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ആ ഒരു ചൂട് കൊണ്ട് ആവി ഇതിലേക്ക് ഇറങ്ങും. അപ്പോഴത്തേക്കും നമുക്ക് നല്ല തിക്കായിട്ട് പാൽപ്പാട കിട്ടില്ല. ഇപ്പം ഞാൻ വൈകുന്നേരമാണ് ഇതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഏകദേശം 8 മണിയായപ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് തണുത്ത് നല്ലതുപോലെ തന്നെ പാൽപ്പാടയൊന്ന് ഫോമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു സമയം കോരി മാറ്റാനായിട്ട് പാടില്ല. ഇതിന് നമുക്ക് അനക്കാതെ തന്നെ അടച്ചു വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കണം. ഇപ്പം നമ്മൾ വൈകിട്ട് തിളപ്പിച്ചിട്ടുള്ള പാലായതുകൊണ്ട് തന്നെ നമുക്കിനി പിറ്റേ ദിവസം രാവിലത്തേക്ക് ഈ ഒരു പാൽ ആവശ്യപ്പെടും. ആ ഒരു സമയം നമുക്ക് ഈ ഒരു പാൽപ്പാട മാറ്റിയതിന് ശേഷം പാല് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ചിട്ട് പാലെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാൽപ്പാട ഫോമായ സമയത്ത് ഉള്ളതിനേക്കാളും നല്ല തിക്കായിട്ട് തന്നെ പാൽപ്പാടയൊന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പാൽപ്പാടയൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല തിക്കായിട്ട് പാൽപ്പാട കിട്ടുന്നതും നമുക്കൊരു 10 ദിവസത്തിൽ തന്നെ 1/2 ലിറ്റർ അളവിൽ നെയ്യ് കിട്ടാൻ കണക്കിന് നമുക്ക് പാൽപ്പാട കിട്ടുകയും ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ഹോളുള്ള ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് നമുക്ക് ഈ പാൽപ്പാട പാലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം നമുക്ക് കാണുമ്പോഴേ അറിയാം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് പാൽപ്പാട കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമുക്കൊരു 10 ദിവസത്തെ പാൽപ്പാട കൊണ്ട് തന്നെ 1/2 ലിറ്റർ അളവിൽ നെയ്യൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ പാൽപ്പാട ഒരു ബോക്സിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കണം. നമ്മൾ ഫ്രിഡ്ജിലല്ല ഇത് സൂക്ഷിക്കേണ്ടത്, ഫ്രീസറിലാണ് നമ്മൾ ഈ പാൽപ്പാട സൂക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് ഇത്രയും തിക്കായിട്ടുള്ള പാൽപ്പാടയല്ല കിട്ടുന്നതെങ്കിൽ നമുക്ക് 1 മാസം വരേക്കും ഇതുപോലെ പാൽപ്പാടയൊന്ന് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നെയ്യ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരുപാട് അളവിന് നെയ്യ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നല്ല തിക്കായിട്ടുള്ള പാൽപ്പാട ആയതുകൊണ്ട് തന്നെ 10 ദിവസത്തിലാണ് തയ്യാറാക്കി എടുക്കാറുള്ളത്. അപ്പം എനിക്ക് 1/2 ലിറ്റർ അളവിൽ നെയ്യ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല തിക്കായിട്ടുള്ള പാൽപ്പാട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ 10 ദിവസത്തെ പാൽപ്പാട കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്.
ഈ ഒരു പാൽപ്പാട വെച്ചിട്ടാണ് നമ്മൾ നെയ്യ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരു ദിവസം പാൽപ്പാട വെച്ച ആ ബോക്സിൽ തന്നെ വീണ്ടും വീണ്ടും പാൽപ്പാട എടുത്ത് അതിന് മുകളിലായിട്ടൊന്ന് വെച്ച് ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നെയ്യ് തയ്യാറാക്കുന്നത് ഇന്നാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഈ പാൽപ്പാട എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പാൽപ്പാട മെൽറ്റായി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ നെയ്യൊന്ന് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പാൽപ്പാട വെച്ചിട്ട് നെയ്യൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽപ്പാട എല്ലാം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പാൽപ്പാട എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിക്കോളും. പാൽപ്പാട ഇപ്പം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൽപ്പാട നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാൽപ്പാട നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഇതിൽ നിന്ന് നെയ്യെല്ലാം തന്നെ ഉരുകി ഇറങ്ങാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ പാൽപ്പാടയൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പുറത്ത് ചെറുതായിട്ടൊരു മഞ്ഞ കളറിൽ നെയ്യൊന്ന് ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ നെയ്യ് നല്ലതുപോലെ ഉരുകി വരുമ്പോഴത്തേക്ക് ഈ പാൽപ്പാടയൊക്കെ എല്ലാം തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒന്ന് അടിയിലൊന്ന് സെറ്റിൽ ആവാനായിട്ട് തുടങ്ങും. ആ ഒരു സമയം വരേക്കും നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇപ്പൊ പാൽപ്പാട തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത്രയും നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം എടുക്കും നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി ഒന്ന് എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചൊന്ന് ക്ഷമയോടെ വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയപ്പോഴത്തേക്കും ഏകദേശം പകുതിയോളം നെയ്യൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പകുതിയോളം നെയ്യ് ഉരുകി വരാനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഒരുപാട് സമയം ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണമെന്ന് ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പം ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ നെയ്യൊക്കെ 1/4 ഭാഗത്തോളം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യ് കുറച്ചുകൂടി ഒന്ന് ഉരുകി വരാനായിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് എല്ലാ നെയ്യും ഒന്ന് ഉരുകി വന്നതിന് ശേഷം ഈ പാൽപ്പാട നല്ലൊരു ബ്രൗൺ കളറിലായി വരാനായിട്ട് തുടങ്ങും. അതുവരേക്കും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കേടുകൂടാതെ ഇരിക്കത്തക്ക രീതിയിൽ നെയ്യൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് നെയ്യെല്ലാം തന്നെ ഒന്ന് ഉരുകി കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കല്ലുപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നെയ്ക്ക് പ്രത്യേക ഒരു മണം കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും പാൽപ്പാടയൊക്കെ നല്ലതുപോലൊരു ബ്രൗൺ കളറിൽ ആയി വരും. ഇതുപോലെ ഒന്ന് ആയി വരുന്നവരേക്കും വേണം നമ്മൾ ഈ നെയ്യ് ഒന്ന് ഉരുക്കി എടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അരിച്ച് മാറ്റുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക്കിന്റെ അരിപ്പ ഉപയോഗിക്കാതിരിക്കുക. ചൂട് നെയ്യ് ആയതുകൊണ്ട് തന്നെ അരിപ്പയിലോട്ട് ഒഴിക്കുന്ന സമയത്ത് അരിപ്പ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്റ്റീൽ അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ച് മാറ്റാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ച് മാറ്റാവുന്നതാണ്. നെയ്യെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഉരുകി വന്നതിന് ശേഷം ഇതുപോലെ ഈ ഒരു കളറിൽ വേണം നമുക്ക് പാൽപ്പാട കിട്ടാനായിട്ട്. ഈ ഒരു പരുവം ആയി വരുന്നവരേക്കും വേണം നമ്മൾ നെയ്യൊന്ന് ഉരുക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പാൽപ്പാട നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് ശർക്കര പൊടിയോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ നെയ്യ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ കളറൊക്കെ കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നോളും. ഇപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നെയ്യ് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബോട്ടിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 500 ml ഒരു ഓയിൽ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഈ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു 10 ദിവസത്തെ പാൽപ്പാട വെച്ചിട്ട് 1/2 ലിറ്റർ അളവിൽ നെയ്യ് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിക്കാവുന്നതാണ്. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഈ ഒരു നെയ്യൊന്ന് ആയി കിട്ടിക്കോളും. ഇപ്പോൾ ഇത് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിക്ക് തന്നെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് 10 ദിവസത്തെ പാൽപ്പാട വെച്ചിട്ട് നല്ല അടിപൊളി നെയ്യ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ വെറുതെ അരിച്ച് കളയുന്ന പാൽപ്പാട ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് അധികം ചിലവില്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അധിക വില കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ നെയ്യ് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.